ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഇൻഡോർ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. നല്ലൊരു ഭംഗിയാണ് ഇത് ഇൻഡോർ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ. പിന്നെ ഒറ്റൊരു ലീഫ് കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഗ്ലാസ്സിലേക്ക് ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ലീഫ് വന്ന് കിട്ടുന്നതാണ്. അതേപോലെ തന്നെയാണ് ഞാൻ ഈ ചെടികളൊക്കെ പ്രൊപ്പഗേഷനായിട്ട് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ 3 വെറൈറ്റി തന്നെ ഉണ്ട് എൻ്റെ കയ്യിലായിട്ട്. ഇതിൻ്റെ ചെറിയൊരു ലീഫായിട്ട് വരുന്നതും പിന്നെ ഈ ഒരു കളറുള്ളതുമാണ്. നല്ലൊരു ഭംഗിയാണ് നമ്മൾ ചെടികളുടെ കൂട്ടത്തിലൊക്കെ ഈ ഒരു ചെടി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇതിൻ്റെ തണ്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇത് മണ്ണ് വെച്ചിട്ട് നട്ട് കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ ഉണ്ടായി കിട്ടും. മണ്ണും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് നട്ട് കൊടുത്താൽ മതിയാവും. ഇതേപോലെ വലിയൊരു തണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് അങ്ങനെ നട്ട് കൊടുത്താൽ ഉണ്ടാവും. പിന്നെ ഇതാണ് എൻ്റെ കയ്യിലുള്ള ഒരു കുള്ളൻ ലീഫ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ലീഫൊക്കെ ഇങ്ങനെ ഒരുപാട് അടുത്തിട്ടാണുള്ളത്. പിന്നെ ഒരുപാട് വലുപ്പം ഉണ്ടാവില്ല. ഇത് കാണാനും നല്ലൊരു ഭംഗിയാണ്. ഒരുപാട് വലുപ്പം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. ഈ ലീഫൊക്കെ ഇങ്ങനെ അടുത്തടുത്തായിട്ടാണുള്ളത്. ഇതൊരു മറ്റൊരു വെറൈറ്റിയാണ്. ഇത് നമുക്ക് വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് ഉണ്ടാക്കാവുന്നതാണ്. ഇതേപോലെ ഞാൻ വെള്ളത്തിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. ചെറിയൊരു തരത്തിൽ വേര് വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതേപോലെ നമുക്ക് മറ്റേ ചെടിയും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ അധികം വെയിലില്ലാത്ത സ്ഥലത്ത് 2-3 ദിവസം വെച്ചതിന് ശേഷം മാത്രം വേണം നമ്മൾ വെയിലുള്ള സ്ഥലത്തേക്ക് വെച്ച് കൊടുക്കാനായിട്ട്. ഇതിന് ഓവർ വെയിലിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം നനച്ച് കൊടുത്താലും മതിയാവും. അങ്ങനെ പെട്ടെന്നൊന്നും ചീഞ്ഞ് പോകുന്ന ചെടിയോ അല്ല. പക്ഷേ ഓവർ വെള്ളം ഉണ്ടെങ്കിൽ ഇത് ചീഞ്ഞ് പോകാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ നനച്ച് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഒട്ടും തന്നെ ഒരുപാട് വെള്ളം നിന്നാൽ അത് ചീഞ്ഞ് പോകും. പക്ഷെ ഒട്ടും നനച്ച് കൊടുക്കാതെ ഇരിക്കരുത്. അങ്ങനെ വെള്ളം അതിൽ തന്നെ ഇരിക്കുന്ന അവസ്ഥയിൽ ഉണ്ടാവരുത് ഈ ചെടി. അപ്പം ചീഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ എന്ന് പറയുന്നത് ഇതിന് കെയറിങ് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. വളപ്രയോഗങ്ങളൊന്നുമില്ല. പിന്നെ ഇടയ്ക്കുള്ള ഒരു ചാണകപ്പൊടി ഉണ്ടെങ്കിൽ മാത്രം അതിൻ്റെ സൈഡൊന്ന് ഇളക്കി കൊടുത്തിട്ട് ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ മതിയാവും. പൂക്കളില്ലാതെ നമ്മൾ ഇലകളെ മാത്രം ഇങ്ങനെ ഇഷ്ടപ്പെടുന്നവർക്ക് നട്ട് കൊടുത്ത് വളർത്താവുന്ന നല്ലൊരു ചെടി കൂടിയാണ് ഈ ഒരു